ഗൈസ് നമ്മൾ അടുക്കളയിൽ പോയിട്ട് നമുക്ക് അത് ഇന്നത്തെ പിലച്ച വ്ളോഗ് നമ്മളാണ് ഓലൊക്കെ ഒന്ന് നീപ്പിച്ച് ഉഷാറാക്കാൻ പോണത്. ഞങ്ങള് ചോറ് കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ടായി നിക്കണത്. ബിരിയാണിയാണ് നമുക്ക് വലിച്ചക്ക് പടച്ചോനെ. വെറും ചോറില്ല എന്താ കാട്ടുക? അത് സാരല്ല. അത് ഉമ്മമ്മ അല്ല തന്നെ ഉമ്മമ്മ ആടിയിട്ടാണ് നോമ്പ് വെക്കണത്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു പിലച്ച വ്ളോഗ് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമ്മൾ ഇമ്മയും അറിയാതെ നേരത്തെ നീച്ചിക്കണേ. ഇമ്മമാരുടെ റൂമിൽ നിന്ന് ഒച്ചയും വിളിയൊക്കെ കേൾക്കുന്നുണ്ട്. കേട്ടീനോ? ഉമ്മമാരുടെ റൂമിൽ നിന്ന് ഒച്ചയെങ്കിലും കേൾക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു നമ്മളെ വീഡിയോസിൽ 5 ലക്ഷം ഫോളോവേഴ്സ്. അവിടെ 4 മണിയായി ടൈം. ഉമ്മ നീക്കാനേക്കണേ കഴിച്ച്. ഇന്നലത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞു നമുക്ക് 5 ലക്ഷം ഫോളോവേഴ്സ് ആവാനേക്കണെന്ന്. അത് ഇന്നലെ തന്നെ ആയി. പിന്നെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോസിൽ പറയാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മൾ 5 ലക്ഷം ഫോളോവേഴ്സിലേക്ക് കടന്നിക്കുകയാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ടും ഇനിയിപ്പോൾ ഉണ്ടാവണം അല്ലേ? ഇന്നിരുന്ന വീഡിയോസിന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ നോക്കുക. അലാറുണ്ടോ ഗൈസ്? നമുക്ക് അത് കുഴപ്പമില്ല. അത് പോലും നീച്ചാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നമ്മൾ പണിയെടുക്കുക ഗൈസ്. നമ്മൾ അടുക്കളയിൽ പോയിട്ട് നമുക്ക് അത് ഇന്നത്തെ പിലച്ച വ്ളോഗ് നമ്മളാണ് ഓലൊക്കെ ഒന്ന് നീപ്പിച്ച് ഉഷാറാക്കാൻ പോണത്. അതിന് ആദ്യം നമുക്കിപ്പോൾ അടുക്കളയ്ക്ക് പോവാം. ഉമ്മ നീച്ചിക്കണമെന്ന് തോന്നുന്നത്. ഗൈസ്, ഇമ്മ അവിടെ ചെറുതായിട്ട് നീച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് അടുക്കളയ്ക്ക് പോവാം. വരി. അപ്പോൾ ഗൈസ്, നിങ്ങളാരും മറക്കണ്ട, നമുക്കിപ്പോൾ 5 ലക്ഷം ഫോളോവേഴ്സ് അയക്കണേ. അതെല്ലാം നിങ്ങളെ ഒരു സപ്പോർട്ട്. ഇമ്മമ്മി നീച്ചിക്കണേ. അതൊക്കെ ഗൈസ് നിങ്ങളൊരു ഒറ്റ സപ്പോർട്ടും കണ്ടാണ്. ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കണേ. വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാം ഗൈസ്. ഇവനെ രാവിലെ നീച്ചിങ്ങനെ നിർത്തിക്കണ്ട ഞാൻ പിച്ചിലാണ് ഗൈസ്. ഗൈസ് വളരെ അധികം സന്തോഷമുണ്ട്. കാരണം നമുക്ക് 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അയക്കുകയാണ് ഞങ്ങൾ ഇല്ലേ. രാവിലെ നമ്മൾ ആകുന്ന വിചാരിച്ചല്ലേ 5 ലക്ഷം രാവിലെ ആവുന്ന വിചാരിച്ചേ. പക്ഷെ ഇന്നലെ രാത്രി തന്നെ അയക്കണേ. അതെന്തായാലും വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ഇമ്മാൻ്റെ കേസ് ഓക്കെ അലാറം വെച്ചിട്ടാണ്. ഇമ്മമ്മേ എനിക്കറിയില്ല. കറക്റ്റ് 4 മണിയാകുമ്പോൾ ഉമ്മ നീച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ മനസ്സിലാവില്ല. നിമ്മാൻ്റെ സൗണ്ട് കേട്ടിട്ടാണോന്നും അറിയില്ല. അതും അറിയില്ല. നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓല് നീച്ചുമ്പോഴത്തേന് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യല്ലേ. ഓലെ അലാറൊക്കെ അടിച്ചുകൊണ്ടിരിക്കണം ഉമ്മാൻ്റെ. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ കൂടുതൽ വർത്തമാനം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ചണില്ല അല്ലേ? നമുക്ക് നമ്മളെ പരിപാടി തുടങ്ങാം. അതാ കഥാനായകൻ വരുന്നുണ്ട്. എന്താ പറയാനുള്ളത്? നിങ്ങളൊക്കെ ഏതാ? നിങ്ങളെന്താ ഇവിടെ? അവിടുന്ന് വരുന്നുണ്ട് കണ്ണ് കാണാതെ. ഞങ്ങള് ചോറ് കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ടായി നിക്കണത്. ഞാൻ അങ്ങനെ കരുതീനി. ഇനിയിപ്പോ റബ്ബേ നേരം പോലത്തെ നീച്ചൂല്ലല്ലോ നിങ്ങളുണ്ടാളും. നേരം ഞാൻ പിന്നെ ഉറങ്ങിയിട്ടില്ല. ഞാൻ ആകെ 1/2 മണിക്കൂറായിട്ട് ഞാൻ കടന്നിട്ടുള്ളൂ. കാരണം എന്താ അറിയോ, നമ്മളെ മുന്നേ ഗൈസ് ഒരു വണ്ടി ഇറക്കിയിട്ടുണ്ട്. അപ്പോ നാളത്തെ വ്ളോഗിൽ ഗൈസ് മുന്നേന്റെ വണ്ടി ഉണ്ടാവും. അപ്പൊ വണ്ടി കൊണ്ടേ മടി പോയിക്കാണ്. ഞങ്ങളൊരു 12 മണിക്ക് പോയിട്ട് ഗൈസ് ഒരു 2 മണിയായപ്പോൾ തിരിച്ചെത്തി. പിന്നെ ഇപ്പൊ കടന്നുറങ്ങാൻ നിന്നില്ല. കാരണം ഞാൻ 3 മണിക്ക് നീച്ചാണ് വിചാരിച്ചിനെ. പിന്നെ പണി പാളി. 3 മണിയൊന്നല്ല, 4 മണിയായിപ്പോ. അലാറം അടിച്ചില്ലേ? എന്നാലേ രണ്ടാളും പല്ലൊക്കെ തേച്ചിട്ട് അവിടെ ടേബിളിൽ പോയിരുന്നാല് ഞമ്മക്ക് ചൂടാക്കാനല്ലുള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. നിങ്ങളെ പണിയാ അവിടെ പോയിരിക്കും. എന്നാ ചെല്ലേ വേഗം പല്ലൊക്കെ തേച്ചിട്ട് എന്ന് ഞങ്ങളോട് പറയുന്ന ഡയലോഗ് ഗൈസ്. പല്ലൊക്കെ തേച്ചിട്ട് വേഗം പോയി ആ ടേബിളിൽ ഇരിക്കി നമ്മൾ കൊണ്ടുവന്നിട്ട് സാധനമൊക്കെ ഉണ്ടായി തരാം അല്ലേ? ആദ്യം പോയി. ഉമ്മ പറയാൻ താമസല്ല, വേഗം വിട്ടു. സ്റ്റീൽ പാത്രത്തിലേ ചായ ഇത് ചൂടാക്കിയാ. ചായയും ചൂടാക്കണം അല്ലേ? വേറെന്തൊക്കെ കറിയും? പിന്നെ കറിയൊന്നല്ലേ, ബിരിയാണി അല്ലേ? ബിരിയാണി ചിക്കൻ. ബിരിയാണിയാണ് നമുക്ക് വലിച്ചക്ക്. പടച്ചോനെ, വെറും ചോറില്ല. പറയണ്ടേ നിങ്ങള് എന്താ കാട്ടുക? അത് സാരല്ല. അത് ഉമ്മമ്മ അല്ല തന്നെ ഉമ്മമ്മ ആടിയിട്ടാണ് നോമ്പ് വെക്കണത്. ഫ്രൂട്ട്സ് ഉണ്ട്.
അതല്ലേ ബിരിയാണി തിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാ ഇതാണ് വേവാനൊന്നും ടൈം ഉണ്ടാവില്ല അമ്മ. ബിരിയാണി തിന്ന് കഴിഞ്ഞാല് പ്രത്യേകത എന്താ അറിയോ, ദാഹം ഉണ്ടാവുന്നല്ലോ. ആ നമ്മളിപ്പോ ഇപ്പൊ ചോറുന്നാണ്ടല്ലോ, നാളെ രാവിലെ നീച്ചുമ്പത്തിന് ദാഹിച്ചിട്ടിക്കൂല. ഈ രാവിലെ തിന്നാൻ പറ്റാത്ത, അതായത് അത്താഴത്തിന് തിന്നാൻ പറ്റാത്ത 2 ഭക്ഷണങ്ങളാണ് പൊറാട്ടയും ബിരിയാണി. നിങ്ങൾ പറയണ്ടേ എന്നോട്? ഇന്നാളെ ഞങ്ങളിത് പറഞ്ഞല്ലോ. ആണോ? എന്താ പറ്റുക? അത് ചിന്തിച്ചൂടെ, ആരും അങ്ങനെ തിന്നില്ലല്ലോ. എന്താ കാട്ടാ? നമ്മച്ച് വേഗടാ. കുഴപ്പമില്ല, ഇനിയിപ്പോ നമുക്ക് അങ്ങനെ അങ്ങോട്ട് തിന്നാം അല്ലേ. പിന്നെ ഫ്രൂട്ട്സും വാങ്ങിക്കണല്ലോ ഗൈസ്. അത്താഴത്തിന് ഏറ്റവും നല്ല ചോറ് തിന്നേക്കാളും നല്ലത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടാട്ടോ ഗൈസ്, ഏറ്റവും നല്ലത് ഫ്രൂട്ട്സ് കഴിക്കണെന്നൊക്കെ പറഞ്ഞത്. എന്താണെന്നറിയില്ല, ഫ്രൂട്ട്സും ചിക്കനും ഉണ്ടോ. ഓ ഇവിടെ മത്സരത്തേക്ക് പോവാണ് ഗൈസ് കോഴിക്കള്, എന്താണാവോ. രാവിലെ വേണ്ടി കാത്തിക്കണം. അപ്പൊ ഗൈസ് എനിക്ക് തോന്നി നമ്മളെ ഒച്ചയും മുടിയും കേട്ടിട്ടേക്കാരാ കൂടുതല്. കണ്ടില്ലേ, ഒന്ന് അവിടുന്ന് ഒന്ന് അതിന്റെ അപ്പുറത്തുനിന്ന്. ഇനി എന്താണ് ഇവിടുന്ന് പോവാത്ത എന്നാ നമ്മളെ കോഴിക്കള് ആദ്യം നീ ചെയ്. അപ്പൊ ഗൈസ് നമ്മൾ ഇന്നലെ വൈകുന്നേരം നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി ഫ്രൂട്ട്സ് വാങ്ങിന്. അപ്പോൾ ആ ഫ്രൂട്ട്സുകളൊക്കെ വെച്ച് നമുക്ക് നോമ്പ് തുറക്കാം അല്ലേ. ഈ ഫ്രിഡ്ജിന് പ്രത്യേകത ഉണ്ട് ഗൈസ്, ഫ്രിഡ്ജ് തുറന്നാൽ അതിൻ്റെ ഉള്ളിൽ ഓരോ സാധനങ്ങൾ നിലത്തേക്ക് ഇങ്ങനെ ചാടും. അതുകൊണ്ട് നമ്മൾ നോക്കിയും കണ്ടു തുറക്കണം. ഇതിലിപ്പോൾ എന്താ എടുക്കുക, ഇന്നത്തെ ഫ്രൂട്ട്സ് ഒക്കെ ഇവിടെ നിന്നല്ലേ കൊണ്ടുവന്നിട്ട്. ബത്തക്ക മാത്രല്ലേ, താഴത്തിലുണ്ടാവും ചിലപ്പോ ഓറഞ്ച്. ഞാൻ ആപ്പിളും പുള്ളിന്റെ കൂട്ടത്തിലൊക്കെ ഇട്ട കുറച്ചോനെ. പുള്ളി ഏതാ ആപ്പിൾ ഏതാ അറിയാം. ആ കണ്ടില്ലേ ഗൈസ്, ഇവിടെ വരും തക്കാളി ആപ്പിളും ഇതിലിട്ട്. സ്ഥലം ഇല്ലാത്തോണ്ടാണ്. സ്പേസ് ഒന്നാമത്തെ വിഷയമാണ് ഗൈസ്. തക്കാളി ആപ്പിളൊക്കെ ഒരു പാത്രത്തിലിട്ട് വെച്ചിക്കണ്. ഉമ്മ അവിടെ ഉമ്മ മിന്നില്ലേ, കേട്ടപാടിയാ മിന്നി പോയി കടന്നുറങ്ങിക്കണേ. ആയിക്കോട്ടെ, അതിനെന്താ പറ്റുമോ നോക്കാം. അത്രക്ക് സുഖം തന്നെ. അതെ, ഓ ആയിക്കോട്ടെ പറഞ്ഞു. നേരത്തെ പറയണ്ടേ ഇങ്ങനെ ഒന്നും ആയിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് വരട്ടെ, അതായിക്കോ വരണം. എന്ത് സമാധാനം? നമ്മൾ നേരത്തെ നീച്ചോണ്ട് കഴിച്ച് സമാധാനമാണ് കേട്ടോ. സത്യമാണ്, നമ്മള് വിളിക്കുമ്പോ ഒരു 10-15 വിളിയിലൊക്കെ നമ്മൾ നീച്ചോളൂ കഴിച്ച്. നമ്മളിതുവരെ പണി തുടങ്ങിയില്ല അറിയോ. ഓൽക്കാവും പണി, വലിയ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. ചായ ഒരു ചെറുമട്ടത്തിലൊക്കെ ചൂടാക്കുക. മതിയാവൂലേ? എല്ലാം ഒരു ഇളം ചൂടായ മതി ഗൈസ്. പിന്നുള്ളത് ഇതെന്താ, ചിക്കൻ മാത്രോ? ഇതൊന്നും ജസ്റ്റ് ചൂടാക്കല്ലേ. ചിക്കനും ചൂടാക്കാം, ബിരിയാണിയും ചൂടാക്കാം. അത്ര ഓർത്തില്ലല്ലേ വിലച്ചക്ക് ബിരിയാണിയാണെന്നല്ലേ കാര്യം. ഒരു ഗ്യാസേ കത്തുള്ളൂ. അങ്ങനല്ല, ഇതിന്റെ സെന്റർ കുത്തിയുണ്ട് ഇതാക്ക്. അറിയോ അടുപ്പിലൊക്കെ കയറണേ. ഗ്യാസുമുള്ള പരിപാടി എനിക്കറിയില്ല കഴിച്ചു. അതാണ് എല്ലാവർക്കും ഒന്ന് പൈച്ചെളിഞ്ഞിട്ട് നോമ്പ് വെക്കാം. ചായ ചൂടാവും മതിയോ? ചായ ചൂട് വേണ്ടേ? ചിലപ്പോൾ മതിയാവും. അല്ല ഇതിപ്പോ തോണ്ടാനൊരു സ്പൂൺ വേണമല്ലോ. ആ ഓക്കെ. ബിരിയാണിന്റെ ഇറച്ചിയാണ് ഗൈസ് ഇത്. ഇന്നലെ രാത്രിക്കത്തെ അല്ലേ, ഇന്നലെ നമ്മള് വ്ളോഗ് എടുത്തിന് ഗൈസ്, നമ്മളെ സ്പെഷ്യൽ ബിരിയാണി. സംഭവം സെറ്റൊക്കെ തന്നെ ചെന്ന് കാണാം അല്ലേ. അതെ, അതല്ല ഗൈസ്, നമ്മൾ 5 ലക്ഷം ഫോളോവേഴ്സ് ആയി അല്ലേ. എത്ര എളുപ്പം കൊണ്ടാണ്. ഓക്കെ ഗൈസ്, നിങ്ങളെ സപ്പോർട്ടും കൊണ്ടാണ്. വേഗം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യും. ഇനി അടുത്ത 6 ലക്ഷത്തേക്കാണ് അല്ലേ. സബ് മാത്രം ചെയ്താൽ പോരെ, നിങ്ങള് ഈ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. കാരണം എന്താ അറിയോ, മറ്റേ എന്താണ് വീഡിയോ നിങ്ങൾക്ക് എത്തൂല. സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം കഴിയില്ല, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും ഗൈസ്. ഇനിയിപ്പോ എന്താ ഉള്ളത്, ഇത് അത് വേകുമ്പോഴത്തേന് നമുക്ക് ബാക്കിയുള്ള പരിപാടിയും പാട് തുടങ്ങാം, അല്ലെങ്കിൽ ഒന്നും നടക്കൂല.
പരിപാടി എന്താ ചൂടാക്കന്നല്ലേ മെയിൻ പരിപാടി. ചൂടാക്കുക. ഫ്രൂട്ട്സ് അരിയണ്ടേ? ഫ്രൂട്ട്സ് അരിയുള്ള മറ്റേ കട്ടിംഗ് ബോർഡ് എവിടെ? ആ കട്ടിംഗ് ബോർഡ് കേൾക്കണാവല്ലേ? ഇതിൽ അമ്മ കഴിച്ച് വല്ല മുളകും ചമ്മന്തി അരച്ച് കഴിക്കാരും. പിന്നെ ഭർത്താക്കൊക്കെ പിന്നെ മുളകിൻ്റെ ചോദിക്കാരാ. ജസ്റ്റ് ഒന്ന് ഇതായി കൊടുത്താൽ മതി. രണ്ടാളും കാണാനല്ലേ? രണ്ടാളാ വൈക്കണ് പോയോ? ചിലപ്പോ ഉറങ്ങി തൂങ്ങി കുത്തിരിക്കണ്ടാവും. അവിടെ ഇത് കഴിച്ച് നമ്മളെ ഇന്നലത്തെ വത്തക്കൻ്റെ പൗതിയാണ്. ഫുള്ള് എടുക്കേണ്ടി വരുമോ? ഇവിടെ വേണ്ടി വരില്ല. വേറെ ഒന്നും ഇല്ലല്ലോ തിന്നാന്. നമുക്കേ ഗൈസ് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഇന്നത്തെ പെലച്ച ഇതും കൊണ്ട്. എന്താ മട്ടൻ നോക്കാലോ. ആ അതാ വരുന്നുണ്ടല്ലോ. എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ ഒരു പെലച്ച വ്ലോഗ് സ്വാഗതം. ആ നീച്ചനുണ്ടല്ലേ ഗൈസ്? ആ നീച്ചാനുള്ള മനസ്സ് മതി അല്ലേ? ഇനിയിപ്പോ മമ്മ ഗൈസ് നോമ്പ് പറ്റില്ലെങ്കിലും പ്രശ്നമല്ല. പോയോ? ആ നീച്ചാനുള്ള മനസ്സ് മതി ഗൈസ്. ഒന്നും പ്രശ്നമല്ല. എങ്ങനെ? എന്ത് മനസ്സ്? അമ്മാണെങ്കിൽ കയ്യിനൊന്നും പ്രശ്നമില്ല. കൈയൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ചെറുലാസ് വേണ്ട. എങ്ങനെ? നന്നായിട്ട് മുറിച്ചണ്ടേ? കുറച്ചടച്ചാ. ആ അതന്നെ ഇതന്നെ ഉള്ളൂ. പിന്നെ ഞാൻ മിക്കവാറും ബിരിയാണി വല്ലാതെ തിന്നലുണ്ടാവില്ല. ഞാൻ ഫ്രൂട്ട്സ് തന്നെ തിന്നുള്ളൂ. ഇത് ചക്ക ഉണ്ടല്ലേ? ആ അന്നില്ലേ പാത്രം ഇവിടെ വലിയ വത്തക്കല്ലേ? ഫ്രൂട്ട്സ് ഒന്ന് കഴിച്ചു നോക്കി ഒരു ദിവസം നോമ്പ് തുറക്കുമ്പോൾ. നോമ്പ് തുറക്കുമ്പോഴല്ല, നോമ്പ് നോക്കാന്. എന്താ മട്ടൻ അറിയാലോ? എടുത്തു നോക്കാം. എന്താ മട്ടൻ നോക്കാലോ? പാത്രത്തിൽ കൊള്ളുന്നുണ്ടോ? കടിച്ചു മുക്കി തിന്നു. വലിയ പാത്രം ഏതാ ഇനി? ഇവിടെ വലിയ ഏറ്റവും വലുത് തന്നെയല്ലേ പാത്രം? ആ അതുണ്ടല്ലേ? ആ ഓക്കെ. ഇതൊക്കെ ഇതിൽ നമ്മളെ ആ ആപ്പിളും ഒക്കെ ഇവിടെ ആപ്പിൾ തിന്നാൻ വേണ്ടിയിടും. രണ്ടാപ്പിൾ വേണോ? ഇതുണ്ടല്ലോ, ഞാൻ മിക്കവാറും ഫ്രൂട്ട്സ് കഴിക്കാൻ തിന്നാ. ഞാൻ കഴിച്ചിന്ന് അത്താഴം കുറവാവും. ഇന്ന് ഫ്രൂട്ട്സ് ആണ് തിന്നണേ. എന്തേലും നിന്ന് പള്ളടച്ചാ മതി. ഇവിടെ എങ്ങനെയാണ്? ഞാൻ അത്ര ബിരിയാണി പാടുള്ളൂമ്മ. നമുക്ക് പെലച്ചക്കുള്ള പാടുണ്ടായില്ലേ? ബിരിയാണി തിന്നാൻ പാടില്ല എന്നില്ല. ദാഹം വരും. നമുക്ക് ക്ഷീണം ഉണ്ടാവും, അതുപോലെ ദാഹം ഉണ്ടാവും. ഇമ്മേ ബിരിയാണി തിന്നിട്ടേ കല കല്യാണ പേരിൽ ബിരിയാണി തിന്നിട്ട് വന്നിട്ട് ഒരു ഉറക്കം ഉറങ്ങൂലേ? എന്തിനാ ഉറങ്ങണേ? ആ അതന്നെയാണ്. ആ എനിക്ക് മതി. ഉമ്മക്കല്ലേ ചായ വേണ്ടിയേ? എന്തായാലും നാട്ടിൽ ചോറുന്ന എന്നാ പിന്നെ ദാഹിച്ചാണെന്നിട്ട് എങ്ങനെ വെള്ളം കുടിച്ചാലേ പോണേ.
ആ അതെ 2 ആപ്പിൾ മതിയില്ലേ? മുസംബി ആണോ? മുസംബി ഇന്നലെ പുളിയാണില്ലേ നല്ലോണം? ഉമ്മമാക്ക് മുസംബി ആണോ സോഡിയത്തിന്? ആ എന്തേലും കൊണ്ടാന്നാ പറയണ കേസ്. ഗ്യാസ് പിന്നെ കത്തിക്കണ്ടേ? കത്തിയിട്ടില്ലല്ലോ. അത് ഞാൻ ഓഫാക്കിയാണേ. ഇങ്ങോട്ട് ശരിക്കും ഓഫാക്കാന് കത്തിയിട്ടല്ല. അതിന് കംപ്ലൈന്റ് ആണ്. ആ അതിന് കംപ്ലൈന്റ്. ആ മൈക്ക് അവിടെ ഇവിടെ ഉണ്ടായിനി, അത് എടുത്ത് കത്തിച്ചോ? ആണോ? എൻ്റെ അടുത്തുണ്ടോ? ആ ഞാൻ ഇതേ കത്തിന്ന് കഴിച്ചു. എന്താ പറഞ്ഞേ? ഒന്നും പറ്റിയിട്ടില്ല. നമുക്കാണ് തോന്നി. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആള് പറയുന്നുണ്ട് ഡെയിലി വ്ളോഗ് ഇടുന്ന്. അപ്പൊ പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ ഗൈസ്. അങ്ങ് പൊട്ടിത്തെറിച്ചു ഒന്നായിട്ട്. ആ പിന്നെ വേറെ പ്രത്യേകത, നമുക്ക് 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി. ഇന്നലെ രാത്രി തന്നെ അയക്കണേ. അതിനെന്താണ് നമ്മളെ പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവർക്കും നന്ദിയുണ്ട്, നമസ്കാരമുണ്ട്. പിന്നെ എല്ലാരോടും സ്നേഹം മാത്രം. പിന്നെ ആരോടെ വെറുപ്പ്? എല്ലാരോടും സ്നേഹമുള്ളൂ. ഉമ്മക്ക് എന്താ പറയാനുള്ളത്? 5 ലക്ഷം സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ സന്തോഷമൊന്നുമില്ല. ഇതിലും വലിയ സന്തോഷമില്ല ഗൈസ്. നമ്മളിപ്പം കഴിച്ച് നമുക്കിപ്പോ ഒരു ഗൈസ് ഒരു വീഡിയോ എടുക്കാൻ ഒരു ഇത് ഒരു എന്താ ഇനി പറയാ, ഒരു ആത്മവിശ്വാസം അല്ലേ? ഒരു ഇൻട്രസ്റ്റ്, ഒരു ആത്മവിശ്വാസം. കാരണം 5 ലക്ഷം ആൾക്കാർ ഇപ്പൊ നമുക്ക് സബ്സ്ക്രൈബേഴ്സുകളുണ്ട്. പക്ഷെ വേറെ പ്രശ്നമുണ്ട്, നമുക്ക് ഇതുവരെ മറ്റേ യൂട്യൂബിന്റെ ഭാഗത്തിന് ഗോൾഡൻ ബട്ടൺ ഒന്നും കിട്ടിയിട്ടില്ല. അത് ഗൈസ് 1 ലക്ഷം ആകുമ്പോൾ കിട്ടേണ്ടിയാണ്. അത് നമുക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. അത് ഉമ്മ ഒരു പട്ടിനെ കല്ലെടുത്ത് എറിഞ്ഞു, ആ പോണേലും നിങ്ങൾ ഗോൾഡൻ ബട്ടൺ പറഞ്ഞു. പിന്നെ ഇങ്ങനെയൊക്കെ ആയി വന്നപ്പത്തിന് അതുവിന്റെ ചന്തി കണ്ടു പറഞ്ഞിട്ട് അത് പോയി. സാമ്പത്തിക കാരണങ്ങളല്ലേ? അല്ല അത് പണ്ട്, അത് കൊറേ ആയി. അത് നമ്മൾ യൂട്യൂബ് തുടങ്ങിയ ടൈമേ പൂച്ചനൊക്കെ അടിച്ചു കൊന്നു. അപ്പൊ ഉമ്മ പട്ടിനെ കല്ലെടുത്ത് അറിയുന്ന ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ ഇട്ടീന്. അതാണെങ്കി അപ്പൊ തന്നെ യൂട്യൂബുകാര് ഇതടിച്ച് ശരിയാക്കി. ഇനി എന്താ മുറിച്ചാള്? എന്തിനു മുറിച്ചാണ്ടോ? ആ പൈനാപ്പിൾ ഉണ്ടല്ലേ? ആ പൈനാപ്പിൾ ഉണ്ട്. എന്ത് നല്ല തണുപ്പാണെന്നോ? പിന്നെ ഫ്രിഡ്ജിൽ പിന്നെ എന്താ കരുതിയേ? ചോറോ? കൈ കൊള്ളാൻ നോക്കാം. ആ പൈനാപ്പിൾ ഉടമ പൈനാപ്പിൾ എവിടെ പറയുമ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല. ഫ്രിഡ്ജിലല്ല. രാത്രി വെച്ചു. ഇപ്പൊ വേസ്റ്റിലിട്ടോ? പിന്നെ വേസ്റ്റിലിട്ടിക്കണെങ്കിൽ ഞാൻ കൊണ്ടേ കൊടുക്കും. ഉറപ്പാ? പൈനാപ്പിൾ കിട്ടിയോ? ആ കണ്ടോ, ഫ്രിഡ്ജിൽ തന്നെ ഉണ്ടായിനി. അമ്മ എന്തൊക്കെയാ പറഞ്ഞില്ലേ? ഞങ്ങൾ അവിടുന്ന് 2 വാങ്ങിയിട്ട് അവിടെ ചർലാസ് വേണ്ട. നമുക്ക് ഈ പൈനാപ്പിളും പാടെ അടിയണം. ടൈം ആയിട്ടില്ലല്ലോ, 4 മണിയില്ലായിട്ടുള്ളൂ. ഇഷ്ടം പോലെ ടൈം ഉണ്ട്. മുസംബി ഇന്നലത്തെ ഇജ്ജ് തിന്നോലോന്ന് വെച്ചു. ഇജ്ജ് തിന്നണമെന്നൊക്കെ പറഞ്ഞീനി. മാലിമ്മ ഇങ്ങനെ പറഞ്ഞില്ലല്ലോ, കഴിഞ്ഞ ചെക്കന് മുള്ളു കളയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കാട്ടീനി. അയാൾ ഇങ്ങനെ നാട്ടും കൊണ്ട് പൊളിച്ചു. ഏതാള്? ഇങ്ങനെ ഒരു മനുഷ്യനോ? ഇങ്ങനെ നാട്ടുകൊണ്ട് പൊളിച്ചു. എന്നിട്ട് ഇതേ കറക്റ്റിൽ ഇങ്ങനെ മുറിച്ചെടുത്തു. പിന്നെ ഇങ്ങനെ മുറിച്ചു. അപ്പൊ നീളത്തിൽ ഇങ്ങനെ തിന്നു. അങ്ങനെ അയാൾ കാട്ടി. അങ്ങനെ നടുക്കല്ല, ഇങ്ങനെ അങ്ങനെയല്ല കുട്ടി, നീളത്തിലാ മുറിച്ചിന്. അത് മൂഞ്ചോ? അത് പഴയ മൈകനെ ആക്കണോ? എന്തേലും കാട്ടി. അതിന്റെ വരയൊന്നും ഒരേ പോലെ ഇല്ല. അത് ശരിക്കും മൂത്തിട്ടില്ല. കുട്ടിന് അപ്പൊ അതിനല്ലേ മഴ ഞാൻ വേഷം കൊണ്ട് ചോദിച്ചത്. ആ ഇത് ഇന്നത്തിന്റെ ബാക്കിയാണല്ലോ. ഇട്ട് കൊടുക്കാല്ലേ?
ചിക്കൻ്റെ അതും ഇവിടെ ഇട്ടോ. അനിന്റെ കാൽമുക്കൂടാണ് ചിന്തിക്കാതെ ചായ തിളച്ച ചായ ഞാനിങ്ങനെ കൊണ്ടിക്കോ ചാടിക്കോ അറിയാണ്ട് അതറിയും. ഇന്റെ കൂടെ ഇരുന്നേ. വണ്ടി ഞങ്ങൾ പോയോ? ആ അന്നേരം ഞങ്ങള് രാത്രി പോയി കൊണ്ടുവന്നു ഓടിച്ചൊക്കെ നോക്കി സംഭവം സെറ്റാണ്. കഴിഞ്ഞ് പ്രേക്ഷകർക്കും കൂടി നമ്മള് നാളെ കാട്ടി കൊടുക്കുന്നതാണ്. നമ്മളെ നാളത്തെ വ്ളോഗില് മുന്നേന്റെ വണ്ടി ഉണ്ടാവും. നമ്മളെ വണ്ടി കൊണ്ടുപോയി കൊടുക്കലും പിന്നെ നമ്മള് നേരെ മുന്നേന്റെ വണ്ടിയിൽ വരും ഇങ്ങോട്ട്. നമ്മളെ വണ്ടി എപ്പോഴും നാളെ നമ്മളെ വണ്ടി നാളെ ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോ കൊടുക്കും. എവിടെ കൊണ്ടുപോയി കൊടുക്ക? നമ്മളെ വണ്ടി പൂക്കോട്ടും പാടാവാത്താണ് വിചാരിച്ചത്. ഇത് കൊണ്ടുവെക്കാലോ ഞാൻ. ഇത് ചോറും ഉണ്ടായിരുന്നു കൊണ്ടുവച്ചില്ലേ ഇത് തട്ടണ്ടിയാ. ഇതാക്കണ കുട്ടി അതി കൂടെ ഉണ്ടോ? ഞാൻ ബിരിയാണി മാറ്റിയേക്ക്. എന്തിന്? അല്ല അത് സാരില്ല, അത് കോഴിക്കോട്ട് കൊടുക്കാനേ. കോയിന്റെ അല്ല ഒരു തിന്നണ പിന്നെ എന്താ കോഴി വേസ്റ്റ് വരെ കോഴിക്കള ഓർക്ക് പണ്ട എന്ത് പോയി ഇപ്പൊ മീനുകളൊക്കെ മീനൊക്കെ ഇട്ട് തിന്നില്ലേ അതേമാതിരി അങ്ങനെ തിന്നനെ കൈ എത്ര ചിട്ടാ കോഴിത്തീറ്റ ചില കോഴിക്കളെ പിന്നെ ഞാന് തൊഴിലുറപ്പിലൊക്കെ പോയി തന്നെ ഞങ്ങളെ പോയി ചേച്ചിണ്ടേനെ എനിക്ക് കോഴിക്കളുണ്ടേനെയായിരുന്നു. ഇത് രാവിലെ തീരെ കെട്ടുകൊടുത്തിട്ടാ വരുമായിരുന്നു. ഉച്ചക്ക് ചെല്ലുമ്പത്തിന് എന്താവുന്നറിയോ, ഒരു കോഴിനെ തിന്ന് പൗതിയായിട്ടുണ്ടാവുമല്ലോ. അത് കയ്യുന്നുണ്ടാവില്ല അപ്പൊ ഒരു പറഞ്ഞു. അപ്പൊ ഞാൻ പറയുമ്പോ അപ്പൊ എങ്ങനെ പൊയിച്ചിട്ട് ഇട്ടുകൊടുക്കാൻ പെരയിലാരുണ്ടാവില്ല. ചെല്ലോ അപ്പൊ വായന്റെ ഇതൊക്കെ കൊത്തി കറച്ചുകാണ്ടൊക്കെ ഉണ്ടാക്കി കീസിലാക്കി വെക്കുവേ. ഇവിടെ ഇത്രയും നേരം പറഞ്ഞ നോണയിൽ ഉമ്മ വിജയിച്ചു. ഏറ്റവും വലിയ നോണയല്ലടാ സത്യം. അടുത്ത് നിമ്മ അതിനേക്കാളും വലുതെന്ന് പറഞ്ഞാണ് ആര് വിജയിച്ചു നോക്കട്ടെ. അറിയാത്ത സംഭവങ്ങളും നിങ്ങൾ കേക്കട്ടെ. ഞാൻ പിന്നെന്താ പറയണത്? സത്യ പറഞ്ഞടാ. അങ്ങനൊക്കെ അല്ല കോഴിക്കള് ഇങ്ങനെ കൂട്ടിലിരുന്നാല് കൊത്തും കോഴിക്കളി കൂട്ടില് കൊത്തുവിടും. അതൊക്കെ കൊത്തുവിടുന്ന കാര്യമില്ല. ചെറിയ ചെറിയ എല്ലാരും കൂടിയാണ് കൊത്തി ഉമ്മ പറഞ്ഞു കണ്ടോ എന്താണ് കോഴിക്കൾ തമ്മിൽ കൊത്തുകൂടിയിട്ട് കൊത്തുകൂടിയിട്ട് പെരക്കാര് വന്ന് നോക്കിയപ്പോ കോയിന്റെ പൗതി കോഴി തിന്നിക്കണേ. സത്യടാ. കൊത്തി നീച്ചാൻ വയ്ക്കൂലേക്കാരം അവസാനം പിന്നെ കൊറേ കാലം ഇതാക്കി സാധാ നമ്മളെ ഇങ്ങനത്തെ കോഴിക്കളല്ല, വേറെ സൈസ് കോഴിക്കളുണ്ടല്ലോ. അങ്ങനെ പറ, വേറെ ടൈപ്പ് കോഴിക്കളല്ലേ. ഞാൻ കരുതി നമ്മളെ കോഴിക്കളാണ്. നമ്മള് കോഴിയല്ല. എന്താടാ അല്ല നമ്മൾ ഇതിനെ തന്നെ ഇന്നാള് നമ്മളെ ഒരു കോഴിനെ തീ കിട്ടീനി. അതിനങ്ങനെ കൊത്തിയിട്ട് മണ്ട അങ്ങനെ മുറിയാക്കിക്കുന്നൊക്കെ അത് വേറെന്തോ പച്ചവെള്ളം പറഞ്ഞാണ്. ഒരു വാഷ് ബേസ് ഇല്ലാത്തതിന്റെ ഇടങ്ങേറാണ് കഴിച്ചത്. ഓട്ടോമാറ്റിക് ആണ്. എന്നാലും വാഷ് ബേസിന്റെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ടല്ലേ. മതിയോ? മതി. ഉമ്മ അങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഒഴിച്ചാലുണ്ടായാ മതി. ഇതൊന്നും മുറിക്കണം. നീ നടക്കല്ലടാ. ഒരുപാട് കഴിഞ്ഞു ഒരു പാത്രം വേണല്ലോ. നമ്മ കഴിച്ച അവിടെ കാത്തിരുന്നിട്ട് കൊറേ നേരം. എന്താ ഇത് എന്നിട്ട് ശരിയാവട്ടെ. ബിരിയാണി ചൂടായമ്മ. അല്ല മമ്മാക്ക് എന്താ വേണ്ടി? എന്താ ബിരിയാണിയാണോ ഫ്രൂട്ട്സ് ആണോ വെജിറ്റബിൾ ആണോ? എല്ലാം വേണ്ടി തിന്ന അങ്ങനൊന്നുമില്ല. കൈതച്ചൊക്കെ ഞാനിപ്പോ ഇന്നലെ ഇപ്പൊ എങ്ങനെ അരിഞ്ഞത് ഇങ്ങനെ അരിയല്ലേ, പുതിയ ടൈപ്പ് അരിയല്ലേ ഇതാക്കിയിട്ട്. കൊണ്ടോട്ടെ എന്താ കൊണ്ടുപോണത്? ചോറോ? ചോറും ചിക്കൻ. കളയാതെ കൊണ്ടുപോയിട്ടോ, തട്ടാതെ കൊണ്ടുപോയി. ചോറ് ഫുള്ളെടുത്തോ? കുറച്ച് തട്ടാ പോലമ്മ എന്ത് വണ്ടിയാ പോണേ? എറിയുണ്ട് ജി ചാടിയാണ്. മറ്റേ വെള്ളം ഒഴിച്ചാ സാധാ വെള്ളം അതും പോകണം. വെള്ളം എടുക്കാന് ഫ്രൂട്ട്സൊക്കെ അമൂല്യം പാഴാക്കാൻ പാടില്ല.
ഇപ്പൊ ഉമ്മ അടുക്കളയ്ക്ക് ഇറങ്ങിയാ ഗ്ലാസ് ചെയ്യാൻ മമ്മാക്കിലെ ഗ്ലാസ് ചെയ്യാന് ഉമ്മമാക്കുള്ള സാധനങ്ങൾ കഴിച്ച് ഉമ്മമ്മ അങ്ങോട്ട് മാറ്റി വെക്കും അല്ലേ? ഉമ്മമാക്ക് ഉള്ള ചൂടുവെള്ളം ഉമ്മമാക്കുള്ള മമ്മാന്റെ ഒക്കെ സെപ്പറേറ്റ് ആക്കി വെക്കും. ഇനി തുടങ്ങി വീടെടുക്കണതിന്റെ അടിക്കട അപ്പുറത്തേക്ക് വീട് നടന്ന കളി പോയാണ്ട് മമ്മി അവിടെ പോയിരുന്ന നേരത്തെ പോയി കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു നടന്നോ ഞങ്ങളിപ്പോ അങ്ങോട്ട് എത്തുമ്പോ ഇല്ല ഓനോടെ ഇന്റെ അടുത്താണെങ്കില് രാത്രി കടന്നീനെ ഇന്റെ അടുത്താണ് രാത്രി കടന്നീനെ അത് വേറെ ആരുമല്ല നമ്മളെ പൂച്ചയാണ് നമ്മളെ നേല് ചങ്ങായി എടുത്തോ ഉണ്ടോ അല്ലേ? നടന്നോ വീട്ടിൽ നടന്നു കഴിഞ്ഞു വത്തക്ക മറന്നു. അതെ കഴിച്ചു നമ്മളെ ദൗത്യം ഏകദേശം കംപ്ലീറ്റ് ആക്കി കേട്ടോ. ഓക്കെ അല്ലേ? എന്നാ ഇരുന്നമ്മ ഇനി കൊടുക്കാം. ഇവിടെ ആകെ കച്ചവടം ഇവിടെ ഞാൻ കഴിച്ചു ഈ ലൈറ്റ് പോലും ഓഫ് ആക്കിയിട്ടില്ല. ഞാൻ നിന്ന് വെക്കണ് ടൈം പോകാൻ വേണ്ടിട്ട് ഞാൻ അവിടെ ഐപാഡിലേക്ക് കളിച്ചു കുത്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ അടുത്ത് വന്ന് നോക്കിയപ്പോ ഇങ്ങനെ ഉറങ്ങി വീകണ അതിലൊക്കെ ഉണ്ടായിനാലും ആണോ? അത് ഞാൻ അഭിനയിച്ചാണ് ആക്ടിങ്. ആ മന വിശ്വസിപ്പിച്ചെന്നല്ല എങ്ങനെയാലും ഞാൻ കുട്ടീന്റെ ഒച്ചയായിട്ട് കണ്ട് വന്ന് നോക്കുമ്പോ അപ്പൊ പറയണ്ട് ഞാനൊക്കെ പറയണ അവിടെ ഉറങ്ങണം വെച്ചിരുന്നു വിളിച്ചിട്ടാണല്ലോ ലേശം ബിരിയാണിയാണ് കഴിച്ചിട്ടേ കുറച്ച് പൊടിക്ക് കഴിച്ചിട്ട് ബാക്കി പിന്നെ ഫ്രൂട്ട്സ് ആണ് കഴിച്ചാ വളമ്പട്ടെ ഞാൻ വലിയ വെച്ചിക്കണേ. അത് ശരി പെട്ടെന്ന് വലിയ അത് സോന ഞാൻ ക്യാമറ പിടിച്ചപ്പോ ആ തൊടയും കൂടി പറഞ്ഞാണ് കുറച്ച് മതിട്ടോ. ഞാൻ വന്ന് വിളിച്ച റൂമില് അപ്പൊ ഞാൻ നല്ല ഉറക്കാം. ലൈറ്റ് ഇട്ടിട്ടില്ല. ലൈറ്റ് ഇട്ട എനിക്കറിയാം. അതാ നേരത്തെ വന്ന് ലൈറ്റ് ഇട്ടീനല്ലേ? അത് ഞാൻ ഓനെ ടെസ്റ്റ് ചെയ്താണ്. ഞാൻ നേരത്തെ ആദ്യം ഓൻ പറഞ്ഞതിനോട് ഇച്ച് വന്ന് വിളിച്ചാൽ മതി ഞാൻ എന്തായാലും നീച്ചു. അപ്പൊ ഞാൻ ടെസ്റ്റിന് വേണ്ടി ഞാൻ ഒരു വട്ടം പോയി. ഓൻ പോയപ്പോൾ ലൈറ്റ് ഇട്ടപ്പോൾ ഉമ്മയും പാടെ നീച്ചു. അപ്പൊ അതുകൊണ്ട് ഞാൻ 2ാം വട്ടം പോയപ്പോൾ ലൈറ്റ് ഇട്ടില്ല. ഓന്റെ കാൽമ പിടിച്ചിങ്ങനെ വലിച്ച് അപ്പൊ പെട്ടെന്ന് നീച്ചു വന്നിക്കണേ. എനിക്കറിയാം. എനിക്ക് ഇമ്മമ്മയൊന്ന് ആദ്യം നീച്ചു കേട്ടോ. കാരണം ഞാൻ ഇമ്മമാരുടെ റൂമിൽ നിന്ന് ഒച്ചയും വിളിയും കേൾക്കുന്നുണ്ട്. ഞാൻ ഉണന്നിക്കണേ. ഉണന്നാല് ഞാൻ പറഞ്ഞില്ലേ എന്റെ കാല് വേദന എനിക്ക് നീച്ചേക്കിന് വരാൻ വയ്ക്കൂലേ. വണ്ടി വരാൻ വയ്ക്കൂല. കാല് വലിച്ചേ വരാൻ പറ്റുള്ളൂ. ആ ഉപ്പുറ്റി വേനൊക്കെ ഉണ്ട്. അതാണ് ഇപ്പൊ അങ്ങനെ എന്നൊക്കെ പറയണ ഉമ്മ. എന്നാ ടി വി ആരപ്പോ അങ്ങനെ മറിച്ചിട്ട് ടി വി ഒക്കെ ഓണാക്കിട്ട് എത്ര കാലായില്ലേ? ഇതിലൊന്നും പൈസ ഇല്ല അല്ലേ? ഇതില് നമ്മളെ ഇത് കാണൂലേ? എന്ത് സബ്സ്ക്രൈബോ? അത് അനുവിനെ അറിയുള്ളൂ. എങ്ങനെ അറിയില്ല. ചോറുന്നല്ലേ വരാൻ കാത്തിക്കൊന്നും വേണ്ട. ഫ്രൂട്ട്സൊക്കെ തിന്നാലേ ഇനി. അതാ ചായ എടുത്തിട്ടില്ല. വന്നോട്ടെ ഇവിടെ വന്നോട്ടെ എന്ന് അമ്മ പറയുന്നത്. ഗൈസ് എല്ലാവരും പാടെ ഒരുമിച്ചാണ് കഴിക്കാന്നാ പറയണത്. നേരണ്ടല്ലോ. കുട്ടി ഏതായാലും നീച്ചില്ലേ ആ പാത്രത്തില് ചായ അല്ലേ? ചായ കൊണ്ടേ കുഴപ്പമില്ല. പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് കുത്തിയാലും തിന്നല തുടങ്ങി. അല്ല ഇത്രയ്ക്ക് ബിരിയാണി കഴിഞ്ഞ് ഫ്രൂട്ട്സ് തിന്നോ? ഞാനത് ബാക്കി ഉമ്മാക്ക് കൊടുക്കും. ഞാനും ഒന്നും തിന്നൂല. ജാര കണ്ടിട്ടാ പിന്നെ കുറച്ച് വീണേ ചാക്കണേ. നമ്മ ബിരിയാണി വല്ലാതെ തിന്നണ്ട കേട്ടോ. വെള്ളത്തിന് ദാഹിച്ചും. കുറച്ചുള്ളൂല്ലേ? കുറച്ചുള്ളൂ മേ ഗൈസ് നമ്മൾ ഇതാണ് തിന്നട്ടെ. ഇത് തിന്നിട്ട് നമുക്ക് കാണാം. ബാക്കി ഗൈസ് ഫ്രൂട്ട്സ് അവിടെ ബാക്കി ഇറക്കാം കേട്ടോ. ഇത് കൂടുതൽ തിന്നാനുള്ളതാ. നമുക്ക് ടൈം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇനി എപ്പോഴാ ബാങ്ക്? 5:30. 1 മണിക്കൂർ ഇനിയുണ്ട്. 1 മണിക്കൂർ ഇനിയുണ്ട്. ദാഹത്തിന്റെ കാര്യം അടിച്ചിട്ട് പേടി. ആര് കാര്യം? ദാഹം. ബിരിയാണി ദാഹല്ലേ? അതാണ് പേടി. അറിയില്ലേ പിന്നെ എത്ര നേരം ഇല്ലെങ്കിലും ഉണ്ടാക്കും. ഇന്നിപ്പോ കുഴപ്പമില്ല. ശ്രീരാമുമ്പോ കുഴപ്പമുണ്ടാവില്ലല്ലോ. നമുക്ക് ടൈം ഉണ്ടായിരുന്നു ചോറ് ഉണ്ടാക്കാൻ. പിന്നെ മാണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ
എന്താ മട്ടൻ അറിയാണല്ലോ അല്ലേ മാമ? അതന്നെ ഏലക്കായ അടിച്ച് ഏലക്കായ എന്താ കരയാമ്പോ കറുകാപ്പട്ട അപ്പൊ ഒക്കെ മാറ്റി വെച്ചളേ. കാണേണ്ടത് ലെൻസ് വെച്ചാലും നടക്കൂലല്ലോ. ചെറുക്കണ പോയാവല്ലോ. അത് വന്നോളും. വല്ല പാറ്റിനെയും പല്ലിയും പിടിച്ചാൽ പോയി കാണും. ഓന് ചിക്കൻ ബിരിയാണി നോക്കി പോയി കാണും. എൻ്റെ അടുത്ത് ഇതൊന്നും നല്ല ബിരിയാണി അല്ല. ഞങ്ങളുടെ ഏരിയത്ത് അവിടെ ഇങ്ങനെ ഒഴിഞ്ഞു വിട്ടപ്പോ ഇങ്ങനെ കടന്നുറങ്ങണ്ടേ. എന്തായാലും ഉമ്മമാരുടെ അടുത്ത് പൂച്ച ഒന്നും പേരില്ല. അവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ ബാധടായി കാലം ഇറങ്ങി പോയിക്കോ. അതാണ് അവിടെ. അതുകൊണ്ട് പിന്നെ ആ വീട്ടിനോട് വരില്ല. ഇല്ല കറുകാപ്പട്ട മൊത്തം ഇല്ല കണ്ടോ. എന്താണ് പൊട്ടിക്കടാ. അപ്പൊ ഇത് ഇടുമ്പോ 1-2 കിട്ടാ പോലെ. ശരി നമുക്ക് ഒന്നും വേണ്ടേ. ഈ ചോറ് നിട്ടുന്നത് കാണാം അല്ലേ? ചോറുന്നുണ്ട് സമാധാനത്തിലോട് ഇതാക്കാം അല്ലേ? അല്ലെങ്കിൽ തൊണ്ട തയ്പ്പ് പോവും. ഗൈസ് അങ്ങനെ നമ്മൾ ബിരിയാണി തിന്ന് കഴിഞ്ഞ് ഇപ്പോൾ ഫ്രൂട്ട്സിലേക്ക് കടന്നിരിക്കുകയാണ്. ഉമ്മ വത്തക്കമ്മ പിടിച്ചിരിക്കണേ. കത്തിങ് വേണ്ട, കടിച്ചു കുറച്ച് തിന്നേനെ. തണുപ്പുണ്ട് ഇനി. തണുപ്പുണ്ടല്ലേ നമ്മൾ ഫ്രിഡ്ജിലല്ലേ വെച്ച്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേടാവും ചെയ്യൂലേ? അപ്പോഴാണ് നമുക്ക് കഴിച്ചിട്ട് പറ്റില്ല, പല്ലില്ലല്ലോ. കത്തിയാണ് തപ്പണ. കത്തിയാപ്പണ്. ആ ഞാൻ കൊണ്ടുവരാം. ഇത് പേരിടുക ഇവിടെ ഇടുക. ഞാൻ പോയി കത്തി കൊണ്ടേട്ടെ, കാരണം അമ്മക്ക് അത് തിന്നാൻ വയ്ക്കണില്ല. എൻ്റെ കഴിഞ്ഞില്ല ചോറുന്നല്. നല്ല തിന്നാ പണി തിന്നാ. ഇപ്പൊ പന തിന്നാൻ പോകാൻ നേരമില്ല. ഇപ്പൊ ചോറ് നേരം ഇറങ്ങും തോന്നുന്നില്ല. അത് നിർത്തിയോ? ബിരിയാണി നിർത്തിയോ? നിർത്തും തോന്നണേ. ഫ്രൂട്ട്സ് കഴിച്ചാൽ നോക്കോ. ചിക്കൻ ഇല്ലല്ലേ? ആ ചിക്കൻ ആണല്ലോ ഇപ്പൊ ബിരിയാണി ഇല്ലല്ലേ? ചിക്കൻ ബിരിയാണി എനിക്കറിയില്ലേ. ഇനിയിപ്പോ നിങ്ങൾക്ക് ദാഹിച്ചാൽ എനിക്ക് ആകെ ഇറങ്ങാറാവും. ഒന്നത്ത് ടെൻഷനായിട്ട് വയ്ക്കൂല. അപ്പൊ ഞാൻ പയ്യത് സാരല്ല വരുന്ന വേണം. എന്തായാലും നോമ്പാണ് നോക്കണേ കൈ. പൈനാപ്പിൾ ഉപ്പും മുളക് കൂട്ടാലോ? നല്ല സ്വീകാരം. എന്നുണ്ടോ? ഞാൻ നോക്കിയില്ല. നോക്കൊരു കുഞ്ഞേ ഞങ്ങൾ നോക്കലുണ്ട്. പെൽച്ചക്ക് വേണ്ട. ഞാൻ ഒക്കെ നോയമ്പിൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ അനുവോ മോണ്ടനോട് ചോദിച്ചേ കുൽക്കി സർവത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ വെച്ചിട്ടോ. ആ ബൂസ്റ്റിൻ്റെ അപ്പം പറയില്ല നാരങ്ങൻ അല്ല കാന്താരിൻ്റെ ഉണ്ട്. അതുള്ളൂ, വേറൊന്നിൻ്റെ ഇല്ലേ. ബൂസ്റ്റിൻ്റെ നാൾ പറ്റിയില്ല, രസമല്ല. അപ്പൊ എന്തൊക്കെ പുതിയ ഐറ്റംസ് ഉണ്ട് ഗൈസ്? അലൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ, ലോക, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ലോക പ്രകമ്പനം, പ്രകമ്പനോ ആവേശം ഉണ്ടോ? ആവേശം തോന്നുന്നുണ്ട്. നല്ലോണം മുളകണം. നാളെ ഞാനേ ഒരു സ്ഥലത്തുനിന്ന് നമ്മള് സോഡ കുടിച്ചില്ലേ, അത് ഒരു സ്ഥലത്തുനിന്ന് പിന്നെ മോരും വെള്ളം കുടിച്ചാൽ 2 വെച്ച് പള്ളൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക. കാന്താരിയാണ് ഇത്. അതന്നെ, അത് രസത്തിന് വേണ്ടിട്ട് ഞാൻ 2 ദിവസം കുടുങ്ങിയാണ്. പള്ളൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കും. ഈ മോരും വെള്ളം ഞാൻ കുടിച്ചില്ല. ഞാനായിരിക്കും ആ കുടിക്കുന്നത് സോഡി. അത് എന്ത് സോഡ? അത് എന്താണ്? നല്ല എരുണ്ട്. സോഡ സോഡല്ലേ ഫ്രിഡ്ജില് തരിപ്പൊക്കെ പോയിക്കണേ. കുടിച്ചളി, ഗ്യാസ് ഉണ്ടാക്കി പോയിക്കോളാം. ഉമ്മമാക്കല്ലേ സോഡ എടുത്ത് കുടിച്ചല്ലേ ഉപ്പിട്ടിട്ടൊക്കെ ട്രൈ ചെയ്തൊക്കെ അല്ലേ. ആദ്യമായിട്ടാണ് കഴിച്ച് നമ്മൾ ഫ്രൂട്ട്സ് എന്നിട്ട് നോമ്പ് നോക്കാൻ പോണത്. എന്താ അവസ്ഥ നമുക്ക് നോക്കണം. പേരിന് കുറച്ച് ചോറുമില്ലേ? അങ്ങനെ പേരിന് കുറച്ച് ചോറും തന്നില്ലേ? അതന്നെ. പൈനാപ്പിൾ ആണോ മുളക്? വെച്ചാൽ
എനിക്ക് വേണ്ടടാ ഇജ്ജ് നിന്നു തിന്നുണ്ട് ഇഷ്ടപ്പെട്ടുണ്ടല്ലോ അല്ലേ ഫ്രൂട്ട്സ് മൊത്തം തിന്നോ ഫുള്ള് എന്തായാലും തിന്നു കിടക്കൂല നല്ല പൊടിയിലെ അത് മറ്റേ കണ്ണിന് മത്തനാണേ അല്ലെ നമ്മളെ തോട്ടത്തിൽ ഉണ്ടായി പൈനാപ്പിളൊക്കെ ഇവിടെ റബ്ബർ പച്ചപ്പൊക്കെ കളഞ്ഞിനെ ആണോ റബ്ബറുള്ള ടൈമില്ല ഇനിയോ പൈനാപ്പിള് പന്നി വെച്ചാണൊക്കെ കളഞ്ഞടാ പന്നി ഉണ്ട് ഈ കഴിച്ച ഓക്കെ നമ്മളെ തോട്ടത്തിൽ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അത് പന്നി വ്യത്യാസം കൊണ്ടു പന്നിന് എത്ര വരാന് മമ്മി രാവിലെ എന്തേലൊക്കെ നാട്ടിലടങ്ങും വൈകുന്നേരം ആകുമ്പത്തേ വന്നേ തേറ്റിക്കൊണ്ടോ മഞ്ഞൾ മാത്രം പന്നി വെച്ചൊന്നുമില്ല. എങ്ങനെ ഇന്നലെ രാവിലെ തന്നെ ഒരു സംഭവം ഉണ്ടായി. എന്താണാവോ ചങ്ങൻകോയില്ലേ കല്ലൊക്കെ അല്ലേ, ഞാനിവിടെ ഇങ്ങനെ അകത്ത് ഇരിക്കണേ. രാവിലത്തെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ വിട്ട് അവർക്ക് തീറ്റൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ കുത്തിരിക്ക. അപ്പൊ ഉണ്ട് കൊല്ലി കുടിച്ചിരുന്നൊരു ഒച്ച മണ്ടി നീച്ച് ചെന്നപ്പോ എന്താ നമ്മളെ അവിടുത്തെ ആ താഴത്തെ പെരിയിലൊരു കോഴി, ചങ്ങൻ കോഴി എന്നും അത് റോട്ടിൽ കൂടെ അതിലങ്ങോട്ട് പോണ കോഴി ഇവിടെ വന്നിക്കണം. എന്നിട്ട് നമ്മളെ ചങ്ങൻ കോഴി കുകിയപ്പോ അതിന്റെ കൊല്ലിക്ക് കൊത്തി, എന്നിട്ട് ചുണ്ട് പൊട്ടിക്കണടാ. ചുണ്ടും പൊട്ടി അതിന്റെ പൂവും മുറിയിക്കണം. എന്നിട്ട് എങ്ങനെയൊക്കെ ഞാൻ ഇതിനെ പിടിച്ച് ഓലോടെ കൊല്ലി കൊടുത്തു. കിട്ടണ്ടേനെ അതാണെങ്കിൽ അമറ പിടിച്ചിട്ട് ചീറിയിട്ടത്. ഞാൻ എന്തോ കേട്ടി, ഞാൻ നീച്ചിട്ട് എനിക്ക് ബോധമൊന്നുമില്ല. ഞാൻ ഇവിടുന്ന് വാണി ഞാൻ അങ്ങനെ നോക്കി, പക്ഷെ കോഴിയാന്ന് എനിക്ക് മനസ്സിലായി. ആര് കോഴിയാന്ന് എനിക്കറിയില്ല. ഞാൻ കേട്ടി ഇവിടുത്തെ കോഴി തന്നെയാണെന്ന്. ഞാൻ പിന്നെ ഒന്നും കേട്ടില്ല, നല്ല ഉറക്കാണ്. അത് എത്ര മണിക്കാ രാവിലെ? രാവിലെ ഒരു 8 മണിയൊന്നും ആയിട്ട് 7:30 ആയിട്ടുണ്ടാവുള്ളൂ. ഇത് അതിന് മരത്തുമ്മ കയറലാണോലേ, കൂട്ടുകൂടാത്ത കൊയ്യാണല്ലോ. എന്തൊരംഗന്നാ. എന്നിട്ട് ആ തോട്ടത്തിൽ കൂടെ മൂപ്പര് പോയി പിന്നെയും തിരിച്ചു വരിക, പിന്നെ അതിനെ കൊത്ത. ഇനി ഇവിടെ കോഴിക്കോട് ഉണ്ടെന്ന് അറിഞ്ഞിട്ടില്ല. ഇനി നാളെയും വരികയും കഴിച്ചു. അതിന് ചിലപ്പോ കറിയിച്ചോണമാണെങ്കിൽ അതിന് കിട്ടിയിട്ടില്ലല്ലോ കയ്യില്. നട്ടമതിയൊക്കെ കയറിച്ചില്ല. അവിടെ അടുത്തുള്ള പെരീത്തെ മരത്തുമ്മൊക്കെ വിടല. എന്നെ പറഞ്ഞേ കൂട്ടിക്കയറൂലേ, ഇപ്പൊ ശക്തിയായി കാണുമാണെങ്കിൽ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു നായി ഒന്നും ഇങ്ങോട്ട് വരായില്ല കൈസ്, എല്ലാം വരും. കൊക്കിപ്പാറിയിട്ട് ഒരിക്കാണെങ്കിൽ ഒരു ഒച്ച കേൾക്കാൻ നിക്ക. ഒരാള് തുടങ്ങിയാ പിന്നെ എല്ലാരും തുടങ്ങും. ഞാനിത് നിങ്ങള് നിങ്ങൾ കേൾക്കാൻ വേണ്ടി വേഗം വന്ന് മോട്ടന്റെ റൂമിൽ ഫാൻ ഇടും. അപ്പൊ പിന്നെ ഒച്ചപ്പാട് വെക്കൂലല്ലോ. ആ തത്തക്കുട്ടി ഉണ്ടെങ്കിൽ മൂപ്പത്തി പറഞ്ഞീനി എല്ലാം നമ്മൾ അറിയിച്ചീനി. അറിയാത്ത ആരും ഇവിടെ വന്നാലും എന്ത് ജന്തു വന്നാലും പരിചയപ്പെട്ട നമുക്ക് 37 പോയി. പിന്നെ സമാധാനല്ല. ഇണങ്ങിയാണ് ഈ കഴിച്ചാത്ത തത്തമ്മ പോയി. അന്ന് നമ്മളങ്ങോട്ട് പോയക്കത്തില്ലേ, എനിക്ക് ആരും കൊഞ്ചിച്ചവടല്ലായിട്ടാ. അത് ഇണങ്ങിനോട് ഞാൻ വിട്ട് ഒറ്റ പോക്ക് പോയി. പിന്നെ താഴത്തേക്കൊക്കെ വന്നു. അപ്പത്തിന് ആ പൂച്ച മണ്ടി വന്നു. അതിന്റെ മേത്ത് കൂടെ ചാടണുണ്ട് ആ പോണേല്. ഇപ്പൊ ഉണ്ടാവും കൂട്ടുന്ന നമ്മളിങ്ങനെ ഉഞ്ഞു കൊടുക്കുമ്പോഴേ വയത്തേക്ക് ഇങ്ങനെ വരും. എന്നിട്ട് ഇങ്ങനെയാണ് ആ കൂട്ടിക്കൂടെ ഇങ്ങനെ ഉമ്മ കൊടുക്കും, ഇങ്ങനെ തന്നുമ്പി തരും. അപ്പൊ വന്നിട്ട് അവിടെ അത്തമ്മ എങ്ങനെ വിളിച്ചതാണ് കുട്ടികളെ. ആ റിതോന്ന് ഇങ്ങനെ വിളിച്ചോ. അതിന് ഒരു കാലില്ലാത്തല്ലേ. അവിടുത്തെ ഒരു തത്തമ്മക്ക് കാലില്ല കൈ, പൂച്ച ഓടിച്ചു ചെറുപ്പത്തല്ലേ. ഫ്രൂട്ട്സ് എന്നിട്ട് പണ്ടായിരുന്നല്ലോ തിന്നു. ഇതും പുളിയാണല്ലോ, നല്ലോണം പൊയ്ക്കാത്തായിരുന്നു. തണ്ട് നോക്ക്, തണ്ട് നല്ല രസമുണ്ട്. അക്കോ എനിക്ക് എത്തണില്ല. മതി തിന്നു തിന്നു ഞാൻ തിന്നുണ്ട് കണ്ടോ.
എന്താ അതോ തിന്നാന്ന് നോക്കോ തിന്നോ മുഞ്ചി പൊന്നി തിന്ന് ഈ ഭക്ഷണേ ഓരോട് നമ്മളല്ല സമാധാനം ഇല്ല അപ്പൊ തിന്നു ഞാൻ ബിരിയാണി നോമ്പ് കിടക്കൂല അമ്മമാരോട് പിന്നെ പറയന്റെ താമസം ഫ്രൂട്ട്സ് ആണെങ്കിൽ ഫ്രൂട്ട്സ് ബിരിയാണിക്ക് ബിരിയാണി അത്രോടെ നമുക്ക് എവിടെ ഉമ്മ തിന്നോ നോക്കണേ ഉമ്മാക്കതിനെ തൊഴിയോടെ മാറ്റി വെച്ചിട്ട് തിന്നിക്കണേ ഇപ്പൊ തിന്നണ ഇതാ മണ്ണ ഇത് നല്ല വെള്ളണ്ട് ഇതാ തിന്നോട്ടെ ഇഷ്ടമുള്ള തിന്നോട്ടെ എന്നാ പിന്നെ അതിൽ നിൽക്കാന്നാ പറഞ്ഞു മുസമ്പി നോക്കി മുസമ്പി പുളിയാണ് മുസമ്പി തിന്നാ അമ്മമാരുടെ തൊള്ള എങ്ങനെ ആവൂല ഇതന്നെ പൊടിയാണ് തിന്നാ പല്ലത്തില്ലാത്ത ആള് മുസമ്പിയുടെ തിന്നാട്ടില്ല ചെറിയ കുട്ടിയൊക്കെ നാരങ്ങൊക്കെ ഉണ്ടല്ലേ ഒരൊറ്റടി മിക്സിഡ് ആക്കണോ എന്നിട്ട് വെള്ളം കുടിച്ചല്ലേ പൈനാളെ വെച്ചോ വെള്ളം കുടിച്ചൂല്ലേ വെള്ളം കുടിച്ച വെള്ളം ഇതാവില്ല ഇത് നമ്മളെ കിഡ്നി ഇതൊക്കെ ഉണ്ട് ഇതാണോ പ്രവർത്തിക്കണം ജ്യൂസ് അതൊന്നും പ്രവർത്തിച്ചൂല ഇതൊക്കെ അരക്കണ്ടി പരിപാടിയിൽ ഒലിക്ക് നമ്മളെ കിഡ്നിക്കും പിന്നെ ആർക്കടാ ഇതൊക്കെ അരക്കണ്ടേ ഇതൊക്കെ അരച്ചിട്ട് ഇതിന്റെ പ്രോട്ടീനും അതേപോലെ തന്നെ വേറെ എന്തൊക്കെയാണ് വേസ്റ്റ് ഒക്കെ സെപ്പറേറ്റ് ആക്കും അങ്ങനെ പ്രോട്ടീനൊക്കെ വേർതിരിച്ചിട്ട് നമ്മളെ ശരീരത്തേക്ക് വേണ്ടിയ ഓക്സിജനും നൈട്രജനും എല്ലാം വേർതിരിച്ചിട്ട് ഇതാക്കണേണ് ഹൈഡ്രോക്ലോറിക് മമ്മക്ക് ശരിക്കും മനസ്സിലാവില്ലേ മമ്മ എന്നാ കഴിച്ച് നമുക്ക് ഇതൊക്കെ പാട് തിന്ന് കഴിഞ്ഞിട്ട് കാണാം എന്താ കോഴിക്കൊക്കെ മുറിച്ചിട്ട് കൊടുക്കാനാ തിന്നാന് നമ്മളെ ഫ്രൂട്ട്സ് എന്തെങ്കിലും പരിപാടിയൊക്കെ കഴിഞ്ഞു ചോറുന്നലൊക്കെ നേരത്തെ കഴിഞ്ഞാണ് അല്ലേ എന്താ പരിപാടി മമ്മ ഇതൊക്കെ എടുത്തേക്ക എന്നിട്ട് മോറിയൊക്കെ കടന്നുറങ്ങാ എന്നിട്ട് രാവിലെ നീച്ചാ പിന്നെന്താ രാവിലെ ചാടിച്ചാ ചായ ചവിട്ടാണ് കിട്ടും ചായ ചായ എപ്പോഴും മാണിപ്പ കുടിച്ചോ അവർക്ക് വാണ്ടിയൊക്കെ തിന്നോ അല്ല മമ്മക്ക് രാവിലെ ചായ ഉച്ചക്ക് ചോറ് അല്ലേ 10 മണിക്ക് കഞ്ഞി വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഓരോത് വരുന്നുണ്ട് അങ്ങനെ തന്നെയാണ് മമ്മ കയ്യോ കിട്ടോ കുറച്ചേരെ കറ്റിയാണ് വയറിലാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കിക്കേണ്ടി വരും എന്നാ വരി നീച്ച് കഴിഞ്ഞോ സാധനങ്ങൾ കൊണ്ടുപോയിക്കണ്ടേ നീച്ച് നാളെ രണ്ട് പൈനാപ്പിൾ ഭയങ്കര പുളി ഒരു ഈ സാധനം പുളി കൂടിയെന്നാണ് തോന്നുന്നു ബത്തക്ക തിന്നൂലേ ബത്തക്ക കഴിച്ചു അതുമ്പാടുണ്ട് ചെറിയൊരു കണ്ട കൊണ്ടുള്ളൂ എന്നാ ഈ ലേസം ഈ വെള്ളം കുടിച്ചു നോക്ക് ലേസം വെച്ചോളാം കുടിച്ചതായും കൊടുത്തിട്ടുണ്ട് കുടിച്ചോളാം നമ്മളെ വെള്ളത്തിന് തീരല്ലേ എന്താ തിളപ്പിച്ച വെള്ളാണ് വണ്ടിട്ടാടെ ഇത് ഇപ്പൊ എനിക്ക് പല്ലുവേദനായിട്ട് ആ ഉപ്പിട്ട് കുലുക്ക് കുഞ്ഞാണത് കുടിച്ചാൻ പറ്റിയത് ഇല്ല പല്ലിൻ്റെ ഉള്ളിൽ വല്ല കേടുണ്ടെങ്കിൽ പോയിക്കോളും ചിലപ്പോ ഉപ്പാളെ തന്നില്ല മറ്റൊന്നൊരു കുച്ചി ഞാനാണെന്നൊരു കുച്ചി ചെയ്തു അല്ല പിന്നെ ഞാൻ മാത്രം മൂഞ്ചാൽ മതിയോ മൂഞ്ചാൽ ചെമ്മാക്കും കൂടി കൊടുത്താൽ മതി ഞാൻ തിന്നോടത്തോളം നോട്ടപ്പ തരാം നമുക്ക് കുടിച്ചു നോക്കി മധുരം ഒരു ഏതുണ്ടാകാൻ നിക്കാച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഇപ്പൊ ആകെ ബാക്കിയില്ല ഇത്തിരി ഫ്രൂട്ട്സ് ഉള്ളൂ ഇതെല്ലാം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നാളെ ഇന്ന് നോമ്പ് ഓർക്കുമ്പോഴേ അടുത്ത് തിന്നാ അല്ലേ കാറ്റിട്ടാതെത്തക്കണം ഒരു ഇതില് അടച്ചെത്തണം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രിഡ്ജിൽ കാറ്റ് കിട്ടൂലേ അല്ലടാ അതെ ഇത്ത നീരാവി വരാതെ കീസിലൊക്കെ ഭദ്രമായി വെച്ചാൽ കേടുണ്ടാവും മറ്റേ റാപ്പിങ്ങിന്റെ ഷീറ്റ് റോളിങ്ങിന്റെ സാധനല്ലേ ആണ് ഫുഡ് കേട്ടോളും എല്ലാരും ഓരോന്ന് എടുത്താൽ വേഗം പോകാം ഞാനത് എടുത്തു ഞാനിത് എടുത്തു ഫ്രൂട്ട്സ് ആരെടുക്കാം കുഴപ്പമില്ല 2 വരാം
തൊണ്ടി പോണാക്കണ് നോക്ക് ആകെ 19 വയസ്സായിട്ടുള്ളൂ. അപ്പൊ തന്നെ വികലാംഗ പെൻഷൻ അപേക്ഷിച്ചിട്ടുണ്ട്. ഷിഫിന്റെ അമ്മ എന്താ പറയുന്നത് അറിയോ? ഒരു ഓയിൽമെന്റ് തേച്ചിട്ട് സ്പൂണേറ്റ് ഇങ്ങനെ അമർത്തിയാ മതി. ജീവനും കൂടി പോകാനോ അമർത്തിയിട്ട് കയ്യിലൊക്കെ കഴിഞ്ഞോ? ഞാൻ അവിടുന്ന് ഒരു പാത്രം കൂടെ എടുക്കാണ്ട്. ഇത് മൊത്തം കഴിഞ്ഞോ? അവിടുത്തെ ഒരു പാത്രം എവിടെ? അത് അമ്മ കൊണ്ടു. ഫ്രിഡ്ജില് വെക്ക്. ഞാൻ വെച്ചോളാം കാല് വിത്തായിട്ട് നിൽക്കാൻ പറ്റാ. ബാക്കി കഴിഞ്ഞു. അപ്പൊ ഇതുകൂടി കിട്ടെ. അതേതാ അത് ഇനി കേടന്നോന്നറിയില്ല. പുളിപ്പുണ്ടാവില്ല. കോഴിക്കൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇനി ഇങ്ങോട്ട് നിന്നാണ് ഇങ്ങോട്ട് അങ്ങോട്ട് പോകണം. ഹലോ ഇവിടെ പോണം. അപ്പൊ ഒരാൾ ഞാൻ പറഞ്ഞില്ലേ ഒരാളെ കൊണ്ടുവരുമ്പോ ഒരാൾ അങ്ങോട്ട് പോകും. ഇവിടെ നിൽക്കുന്ന പറഞ്ഞ കേട്ടില്ലേ? അപ്പൊ ഇന്നത്തെ ഗൈസ് നമ്മളൊരു പെലച്ച വ്ളോഗായിരുന്നു. നല്ല അതിഗംഭീരമായിട്ട് തന്നെ ഇവിടെ നീപ്പിച്ചാൻ വേണ്ടി പറ്റി അല്ലേ? അൽഹംദുലില്ലാ റാത്തായി. പിന്നെ നമുക്ക് 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണല്ലേ? ഓക്കെ. ഇനി നമ്മൾ അടുത്ത ടാർഗറ്റ് 6 ലക്ഷത്തേക്കാണ് ഇൻഷാ അല്ലാ. 6 ലക്ഷം 7 ലക്ഷം 8 ലക്ഷം 9 ലക്ഷം പിന്നെ 1 മില്യൺ. 1 മില്യൺ ഒക്കെ ഒരു ഡ്രീമാണ്. അതൊക്കെ ആയി കിട്ടിയാണ്ടല്ലോ സെറ്റാണ്. പ്രതീക്ഷയാണ് നമ്മളത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രീം വേണ്ടേ അല്ലേ? ഒരാഗ്രഹം വേണ്ടേ? അപ്പൊ ഇൻഷാ അല്ലാ നമ്മള് അങ്ങനെ ഇന്നത്തെ നോമ്പ് ഇന്ന് എത്രാമത്തെ നോമ്പാണ്? 6ാമത്തെ നോമ്പാണ് അല്ലേ? ഒക്കെ അറിയാം. കാരണം അമ്മ നോക്കണ്ട്. വന്നേ മാർക്കിങ്ങനെ ഇതിങ്ങനെ വെച്ചണം അല്ലേ മമ്മ? എന്തിനാ അതിന്റെ ആവശ്യം? അപ്പൊ എന്നാ എല്ലാരോടും ചട്ടി നോമ്പ് എടുക്കല്ലേന്ന് പറഞ്ഞ് ഒക്കെ അവരാഷ്ടല്ലേ ചെയ്തോളൂ. നമ്മളങ്ങനെ കുറ്റം പറയണ്ട. അല്ല അങ്ങനല്ല. എന്നാലും നോമ്പൊക്കെ എടുക്കാൻ പറയാം. റമദാൻ മാസല്ലേ? ഈ മാസത്തിൽ നന്നാൻ പറയും. അപ്പൊ എല്ലാരും നന്നാവും. എന്നാ എല്ലാവർക്കും അസ്സലാമലൈക്കും പറഞ്ഞോളി. എല്ലാവർക്കും അസ്സലാമലൈക്കും. ഉമ്മമാന്റെ വകെ ഞാൻ പറഞ്ഞു അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. അപ്പൊ ഗൈസ് നമുക്ക് നെക്സ്റ്റ് വ്ലോഗ് ആയിട്ട് കാണാം. എല്ലാവർക്കും അസ്സലാമലൈക്കും ഗൈസ്.